ഹായ് കൂട്ടുകാരെ, ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടു. ഒരമ്മ 3 മക്കളെ പ്രസവിച്ച് വളർത്തി ആ അമ്മയെ വൃദ്ധസദനത്തിലോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. ഞാൻ ആ വീഡിയോ അത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. കാരണം ഞാൻ അത്രയും മൈഗ്രെയിൻ കാരണം തലവേദന എടുത്ത് ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ജസ്റ്റ് ഒന്നിങ്ങനെ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ കണ്ടത്. നമ്മുടെ ഈ കേരളം എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമുക്കറിയില്ല. അത് ഞാൻ കമൻ്റ് ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കമൻ്റ് ഇട്ടാൽ നമുക്ക് ടൈപ്പ് ചെയ്ത് അത്രയും പറയാൻ ഉള്ള ഒരു സ്പേസ് നമുക്കതിന് കിട്ടുന്നു, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ്. ആരെയും നോവിക്കാനോ വിഷമിപ്പിക്കാനൊന്നുമല്ല. നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ പ്രസവിച്ച് വളർത്തി നല്ലൊരു നിലയിലെത്തിക്കുന്നവരുമുണ്ട്, അവരുടേതായ സാമ്പത്തികത്തിൽ വളർത്തിയെടുക്കുന്ന ആൾക്കാരുമുണ്ട്. ആ മക്കളൊക്കെ അങ്ങ് വളർന്നു വലുതായി കൈ നിറച്ച് ജോലി സമ്പാദിക്കുമ്പോൾ ഈ അച്ഛനും അമ്മയെ കൊണ്ടൊന്ന് കളയുകയാണ്. ഇതിന് നമ്മളിനി ആരൊക്കെ പ്രതികരിച്ചാലും ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എനിക്കൊരൊറ്റ സംശയമുള്ളൂ. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മളടിക്കുമ്പോൾ അതിന് നിയമമുണ്ട്. മക്കളടിക്കുന്നു, ഗാർഹിക പീഡനം, ബാലപീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 100 കേസ് വരും. ഞാൻ തിരിച്ചൊന്ന് ചിന്തിക്കുകയാണ്, ഈ അച്ഛനമ്മമാർ ഉപേക്ഷിക്കുന്ന മക്കളുടെ പേർക്ക് എന്തേ ഒരു നിയമം, ഒരു കേസില്ല? നമ്മുടെ കേരളത്തിൽ എത്രയോ അഗതി മന്ദിരങ്ങൾ, എത്രയോ അനാഥാലയങ്ങൾ, എത്രയോ വൃദ്ധസദനങ്ങളുണ്ട്. ഇഷ്ടംപോലെ അമ്മമാരും അച്ഛന്മാരും ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇങ്ങനെ ഉപേക്ഷിക്കുന്ന മക്കളുടെ പേരിൽ എന്തേ ഒരു കേസ്? ഇപ്പോൾ 100 പേര് ഈ കുറ്റം ചെയ്യുമ്പോൾ 10 പേർക്കൊരു ശിക്ഷ കിട്ടിയാൽ, അല്ലെങ്കിൽ 10 പേർക്കൊരു കേസ് നിയമ നടപടി ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും ആ ഒരു നിയമത്തിനെ പേടിച്ചെങ്കിലും അവരുടെ അച്ഛനമ്മമാരെ വീട്ടിൽ നിർത്തൂലേ? അത്രയും സങ്കടം വരുന്നു. കാരണം നമ്മളൊക്കെ അത്രയും കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അച്ഛനമ്മ ഇല്ലാത്തവർക്കേ അതിൻ്റെ ഒരു വേദന മനസ്സിലാവും. ഇങ്ങനെയൊന്നും കൊണ്ട് ആരും ചെയ്യരുത്. കാരണം നമ്മളെയൊക്കെ പ്രസവിച്ച് വളർത്തിയ ആൾക്കാരാണ്. ഇവർ കഷ്ടപ്പെട്ടൊക്കെ വളർത്തിയതല്ലേ. ഇങ്ങനെ ആരും ചെയ്യരുത്. ഒരു 3 നേരത്തെ ആഹാരം കൊടുത്ത് ഒരു മുറിയിൽ അവർ കിടന്നാൽ അവരവിടെ കിടക്കൂലേ? എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്ന് വൃദ്ധസദനത്തിൽ കൊണ്ട് കളഞ്ഞ് അവരുടെ ശാപവും പിടിച്ച് വാങ്ങി എന്ത് കൊട്ടാരം പണിയാനാണ് ഈ ആൾക്കാർ? മരിക്കും കാലം വരെ അച്ഛനമ്മമാരെ നോക്കി കിട്ടുന്ന പുണ്യത്തിനും അവരുടെ കണ്ണീരിൽ നിന്ന് കിട്ടുന്ന ശാപം ഏതാണ് വലുതവർക്ക്? സത്യം എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് പിന്നെ എങ്ങനെ പ്രതികരിക്കാനാണ്? നമ്മൾ ആരോടാ പ്രതികരിക്കുക? ഇതിന് നിയമം ഒരു